വർഗീയതയ്ക്കെതിരായിട്ടുള്ള വികാരമുണ്ട് ഈ നിയോജകമണ്ഡലത്തിൽ. ഒരു കേന്ദ്രമന്ത്രി പേരിനുണ്ടായിട്ട് പോലും ഒരു ഉപകാരവും കേരളത്തിന് ലഭിച്ചില്ല കഴിഞ്ഞ 5 കൊല്ലക്കാലം. ഈ വന്ദേ ഭാരത് തന്നത് വലിയ ഔദാര്യമൊന്നുമല്ല. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾക്ക് നിഷേധിച്ചു, തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു. അപ്പോൾ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിട്ട് എന്താ കാര്യം ഉണ്ടായത്? ആ കേന്ദ്രമന്ത്രിയാണ് ഇതിന് ഭാരം വെച്ചത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്ന നിലവിൽ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്ന് പറയുന്നു. സംസ്ഥാനം പറഞ്ഞ് ഞങ്ങൾക്കില്ല. ഇത് തൊട്ട് പണ്ട് തൊട്ടുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ മോഡിയുടെ സ്ഥിരതാമസം വേണമെന്നാണ്. എന്നാൽ ഞങ്ങൾക്ക് കുറേ കൂടി എളുപ്പമാകാര്യം. ഞാൻ തൃശ്ശൂരല്ല നോക്കാറ്, വടകരയാണ് നോക്കാറ്. കാരണം അവിടെ എങ്ങനെയുണ്ട് സ്ഥിതി എന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പറ്റിയൊരു യോഗ്യനായിട്ടുള്ള ആളെ ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഷാഫി പറമ്പിൽ അത് ഭംഗിയായിട്ട് ഭാവി കാര്യങ്ങൾ ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട്. 150 രൂപയുടെ കിറ്റ് 1500 വാങ്ങിച്ചതിൻ്റെ കഥയൊക്കെ നാട്ടിൽ പാട്ടാണ്. അതിപ്പോൾ എല്ലാവരും കൂടെ ടീച്ചറങ്ങ് വലിയൊരാളാക്കി വെച്ചതിൻ്റെ ദോഷമാണ്. വളരെ നല്ല ആവേശകരമായിട്ടുള്ള സ്വീകരണങ്ങളാണ്. ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പോലും ജനങ്ങളുടെ നല്ല പ്രാന്തിയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിജയിക്കുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസമുള്ളത്. ഞങ്ങൾ ഈ തിരുവനന്തപുരത്ത് വന്ന് നമ്മൾ ഈ ഇവിടെ എല്ലാം മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ സാറിൻ്റെ ഒപ്പം പര്യടനത്തിൽ ഞങ്ങൾ ഇന്ന് മൊത്തം ഉണ്ടായിരുന്നു. എല്ലായിടത്തും വളരെ വലിയൊരു ജനക്കൂട്ടം, മറ്റൊരു മണ്ഡലം കാണാത്തവണക്കുള്ള ഒരു വലിയ ജനക്കൂട്ടം ഞങ്ങളിവിടെ കണ്ടത്. അത് എന്തുകൊണ്ടാണെന്നാണ്? അതായത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള വികാരമുണ്ട് ഈ നിയോജകമണ്ഡലത്തിൽ. അതോടൊപ്പം തന്നെ കരുവണ്ണൂർ ബാങ്കിലെ നിക്ഷേപകരെ വഞ്ചിച്ചതിന് ഇടതുപക്ഷത്തിനോടും ശക്തമായിട്ടുള്ള എതിർപ്പുണ്ട്. ഇത് രണ്ടുമാണ് തൃശ്ശൂരിൽ ഇത്രയേറെ ഒരു ആവേശം ജനങ്ങളുണ്ടാക്കിയത്. ഓക്കെ, ഈ മറ്റ് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മോദിയുടെ ഗ്യാരണ്ടിയിലുള്ളൊരു കേന്ദ്രമന്ത്രിയുണ്ട്, പിന്നെ മുമ്പുണ്ടായിരുന്ന മന്ത്രിയായിരുന്ന ആളൊക്കെയാണ് എതിർ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നത്. അവരോടൊക്കെ ഈ മത്സരം എത്രമാത്രം ശക്തമാണ്? അല്ല, അതിൽ ഈ പറയുന്ന പോലെ ഒരു കേന്ദ്രമന്ത്രി പേരിനുണ്ടായിട്ട് പോലും ഒരു ഉപകാരവും കേരളത്തിന് ലഭിച്ചില്ല കഴിഞ്ഞ 5 കൊല്ലക്കാലം. ഈ വന്ദേ ഭാരത് തന്നത് വലിയ ഔദാര്യമൊന്നുമല്ല. കാരണം കാലഘട്ടം മാറുന്നതനുസരിച്ച് പുതിയ പുതിയ ടെക്നോളജികളുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഭരിച്ച കാലത്ത് രാജധാനി ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്ദേ ഭാരത് വന്നു. ഇനിയിപ്പോൾ നാളെ ഞങ്ങൾ വീണ്ടും വന്നു കഴിഞ്ഞാൽ പുതിയ ടെക്നോളജികളെ പുതിയ ട്രെയിൻ വരും. അതല്ലാതെ കേരളത്തിന് അർഹതപ്പെട്ട പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾക്ക് നിഷേധിച്ചു, തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു. അപ്പോൾ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിട്ട് എന്താ കാര്യം ഉണ്ടായത്? ആ കേന്ദ്രമന്ത്രിയാണ് ഇതിന് ഭാരം വെച്ചത്. എന്നോട് സമ്മതിച്ചാണ് ആരോഗ്യമന്ത്രി ചെയ്യാമെന്ന് പറഞ്ഞ് സഭയിൽ റിട്ടേൺ ആൻസറും തന്നു. ധനകാര്യ വകുപ്പിലേക്ക് ഫോർവേഡ് ചെയ്തു. ധനകാര്യ വകുപ്പിൽ അനക്കമില്ല. അപ്പോൾ അവിടെ നിന്ന് ചവിട്ടി വെച്ചു. അപ്പോൾ കേന്ദ്രമന്ത്രിസ്ഥാനമല്ല വേണ്ടത്, വികസനമാണ് വേണ്ടത്. അപ്പോൾ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നാൽ തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ കൃഷി ഒരു നാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് നെൽകൃഷി പല രോഗങ്ങൾ കാരണം വേണ്ടത്ര ഉൽപ്പാദനം ഇത്തവണ ഉണ്ടായിട്ടില്ല. ഉൽപ്പാദിപ്പിച്ച നെല്ല് സംഭരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. സർക്കാരിൻ്റെ വാക്ക് വിശ്വസിച്ച് സംഭരിച്ച് വെച്ച നെല്ലൊക്കെ കിളിർക്കാൻ തുടങ്ങി. പക്ഷേ സംഭരണത്തിൻ്റെ കാശ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യം, അതിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വയനാട്, ഇടുക്കി ജില്ലകളിലാണെങ്കിൽ തൃശ്ശൂർ ലോക്സഭയിൽ വരന്തരപ്പള്ളി പോലുള്ള പ്രദേശങ്ങളിൽ ഈ കാട്ടാന ശല്യം രൂക്ഷമാണ്. എന്നോട് തന്നെ അവിടെ മഠത്തിൽ ചെന്നപ്പോൾ ചില സിസ്റ്റേഴ്സ് പറഞ്ഞു, എന്തൊച്ച കേട്ടാലും ഞങ്ങൾക്ക് ഭയമാണെന്ന്. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കണം. ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പുതിയ ആക്ട് കൊണ്ടുവരണം. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്ന നിലവിൽ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്ന് പറയുന്നു. സംസ്ഥാനം പറഞ്ഞ് ഞങ്ങൾക്കില്ല. ഇത് തൊട്ട് പണ്ട് തൊട്ടുകയാണ്. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കുക. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിനാണ് ജനങ്ങൾക്ക് ഗ്യാരണ്ടി കൊടുക്കേണ്ടത്, അല്ലാതെ മന്ത്രിസ്ഥാനത്തിനല്ല ഗ്യാരണ്ടി. ഈ എ ക്ലാസ് അവർ പറയുന്ന ബിജെപിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്ന് തൃശ്ശൂരാണ്. പക്ഷേ അത് റിസൾട്ട് വരുമ്പോൾ കാരണം സി ക്ലാസ് ആവും. ഇപ്പോൾ 15-ാം തീയതി വീണ്ടും മോദി. അതെ, എൻ്റെ അഭിപ്രായത്തിൽ മോഡിയുടെ സ്ഥിരതാമസം വേണമെന്നാണ്. എന്നാൽ ഞങ്ങൾക്ക് കുറേ കൂടി എളുപ്പമാകാര്യം. സാർ, ഇപ്പോൾ മറ്റൊരു കാര്യം ചോദിച്ചാൽ ഇപ്പോൾ വടകരയാണ്. താങ്കൾ കഴിഞ്ഞ 5 വർഷം അവിടെ വളരെ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരാളാണ്. ഇപ്പം വടകര മിസ് ചെയ്യുന്നുണ്ടോ? എങ്ങനെ? വടകരയിലെ വികസന പ്രവർത്തനങ്ങൾ കാര്യമായി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നടത്താൻ കഴിഞ്ഞു പറഞ്ഞാൽ വെറും വാചക കസരത്തല്ല. നിങ്ങൾ ചെന്ന് നോക്കിയാൽ കാണാം. അമൃത് പദ്ധതിയിൽപ്പെടുത്തി 3 റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചുകൊണ്ടിരിക്കുക. അത് 2 മാസം കൊണ്ട് പൂർത്തിയാവും. വടകര, മാഹി, തലശ്ശേരി. അടുത്ത വർഷത്തേക്ക് കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനും എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ നിലവിലുള്ള 3 റെയിൽവേ സ്റ്റേഷൻ്റെ പണി ഏതാണ്ട് വടകരയ്ക്ക് 22 കോടി, തലശ്ശേരിക്ക് 18 കോടി, മാഹിക്ക് 12 കോടി വർക്ക് തുടങ്ങി തീരാനായി. അതുപോലെ തന്നെ ബൈപ്പാസ് മറ്റേ നാഷണൽ ഹൈവേ എല്ലായിടത്തും അണ്ടർപാസിൻ്റെ പ്രശ്നം വന്നപ്പോഴൊക്കെ ഞാൻ യോഗം വിളിച്ചിട്ടാണ് പരിഹാരം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ വർക്ക് നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്.
അതുകൊണ്ട് അവിടെ പക്ഷേ അവിടെ അതിന് പറ്റിയൊരു യോഗ്യനായിട്ടുള്ള ആളെ ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഷാഫി പറമ്പിൽ അത് ഭംഗിയായിട്ട് ഭാവി കാര്യങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ഷാഫിക്ക് കിട്ടുന്ന സ്വീകാര്യതയൊക്കെ സാർ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ രാത്രി ടി വിയിലൊക്കെ നോക്കാറുണ്ട്. ഞാൻ തൃശ്ശൂരല്ല നോക്കാറ്, വടകരയാണ് നോക്കാറ്. കാരണം അവിടെ എങ്ങനെയുണ്ട് സ്ഥിതി എന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. സാർ അവിടെ മൊത്തം നോക്കുമ്പോൾ അവിടെ ശൈലജ ടീച്ചർ കഴിഞ്ഞ വർഷത്തെ ആരോഗ്യമന്ത്രിയൊക്കെയാണ് മത്സരത്തിന് ഷാഫിക്കെതിരായിട്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ ഏതെങ്കിലും രീതിയിൽ അവിടെ മണ്ഡലത്തെ അല്ല, അതുണ്ടല്ലോ 150 രൂപയുടെ കിറ്റ് 1500 വാങ്ങിച്ചതിൻ്റെ കഥയൊക്കെ നാട്ടിൽ പാട്ടാ. അതിപ്പോൾ എല്ലാവരും കൂടെ ടീച്ചറെ വലിയൊരാളാക്കി വെച്ചതിൻ്റെ ദോഷമാണ്. സാർ ഇപ്രാവശ്യം എങ്ങനെയാണ് 2020 ഉണ്ടാവുമോ? 2020 ആണ് ഞങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, എല്ലാവിധ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി ഭരിക്കാൻ കേരളത്തിൽ 2020 മസ്റ്റാണ്.